Next problem, problem 2. Solve x power 5 minus x cube plus 4x square minus 3x plus 2 is equal to 0 given that it has a multiple root. Okay. അപ്പോൾ നമുക്കൊരു ഫിഫ്ത്ത് ഡിഗ്രി പോളിനോമിയൽ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആകെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഹിൻറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തേർഡ് ഡിഗ്രി പോളിനോമിയൽ ചെയ്തിരുന്നു. അതിനൊരു മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലിന് എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക, റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രോബ്ലം ഫിഫ്ത്ത് ഡിഗ്രി പോളിനോമിയലാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ പണ്ട് ചെയ്ത അതേമാതിരിയല്ല ചെയ്യാൻ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആദ്യം നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി എത്രയാണ് നോക്കാം. അപ്പോൾ എക്സിൻ്റെ ഹയസ്റ്റ് പവറാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 5 ആണ്. സോ ദീസ് എ ഫിഫ്ത്ത് ഡിഗ്രി പോളിനോമിയലാണ്. ഒരു ഫിഫ്ത്ത് ഡിഗ്രി പോളിനോമിയലിൽ എന്തായാലും 5 റൂട്ട്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ 5 റൂട്ട്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോൾവ് ദ ഇക്വേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുകയാണ്. നമുക്ക് ആകെ തന്നിരിക്കുന്ന ഒരു ഹിൻറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്നത് സെക്കൻഡ് മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതാം. അതിനുശേഷം നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പവർ 5 മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 4x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എന്നുണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 5x പവർ 4 മൈനസ് 3x സ്ക്വയർ പ്ലസ് 8x മൈനസ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എഫ് ഓഫ് എക്സിനെ എഫ് ഡാഷ് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, എന്താ വേണ്ടത്? എഫ് ഓഫ് എക്സിനെ എഫ് ഡാഷ് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ എഴുതി, അതിനുശേഷം എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു. അതിനുശേഷം ബോക്സസ് വരഞ്ഞു വയ്ക്കുക. ഇങ്ങനെ ഒരു റീജിയനിൽ നമ്മൾ ബോക്സസ് വരികയാണ്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയും കാര്യമാണ്. എന്ത് ചെയ്യാണ്? എഫ് ഓഫ് എക്സിനെ എഫ് ഡാഷ് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും നമ്മൾ ഈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് പവർ 4ഉം അതുമാതിരി തന്നെ ഇവിടുത്തെ ഇതിൻ്റെ കോയിഫിഷ്യൻറ്റും എക്സ് പവർ 5ൻ്റെയും, അതായത് എഫ് ഓഫ് എക്സിൻ്റെയും എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെയും ഹയസ്റ്റ് പവറുള്ള എക്സിൻ്റെ ടേമിൻ്റെ കോയിഫിഷ്യൻറ്റ് ഈക്വൽ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 5x പവർ 4 ആണല്ലേ. അപ്പോൾ ഇത് 5 ആക്കാൻ വേണ്ടി നമ്മൾ ഇൻറ്റു 5 ചെയ്യാം. ആ ഇൻറ്റു 5 നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻറ്റു 5 കൊണ്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 5x പവർ 5 മൈനസ് 5x ക്യൂബ് പ്ലസ് 20x സ്ക്വയർ മൈനസ് 15x പ്ലസ് 10 എന്ന് കിട്ടി. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതായത് എക്സ് പവർ 4നെ ഇവിടെ, പിന്നെ ഇതുകൊണ്ട് നമ്മൾ ഡിവിഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പം ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക? 5x പവർ 5 കിട്ടുകയെന്നല്ലേ. ഇപ്പോൾ ഓൾറെഡി ഇവിടെ 5x പവർ 4 ഉണ്ട്. സോ നമ്മളൊരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻറ്റു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5x പവർ 5 വരും അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ ആ എക്സിനെ ഈ ഒരു പോർഷനിൽ എഴുതാം. മാറിപ്പോകരുത്. എക്സിനെ നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സിനെ എഫ് ഡാഷ് ഓഫ് എക്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൽ എഴുതണം. തിരിച്ചു വരും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മളിത് പോവാം. ഇപ്പം നമ്മൾ എക്സ് കൊണ്ട് ഇനി ഇതിലെ ഓരോ ടേംസിനെ 5x പവർ 4നെ പിന്നെ എക്സ് ക്യൂബ് ദെൻ 8x അതുമാതിരി തന്നെ -3 ഇങ്ങനെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അങ്ങനെ ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 5x പവർ 5 മൈനസ് 3x ക്യൂബ് പ്ലസ് 8x സ്ക്വയർ മൈനസ് 3x എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. അതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് 5x പവർ 5ഉം 5x പവർ 5 കൂടി പോവും. പിന്നെ മൈനസ് 5x ക്യൂബ് മൈനസ് 3x പവർ 5 എന്ന് എക്സ് പവർ 3 എന്ന് വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ മൈനസ് 2x ക്യൂബ് ദെൻ ബാക്കി അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2x ക്യൂബ് പ്ലസ് 12x സ്ക്വയർ മൈനസ് 12x പ്ലസ് 10 എന്ന് വരും അല്ലേ. ഇനി നോക്കുക, ഈ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് നമുക്ക് എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കുക. അപ്പോൾ കോമൺ ഫാക്ടർ ഉണ്ട്. -2 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ത്രൂ ഔട്ടായിട്ട് ആ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6x മൈനസ് 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ നിർത്തണം. അതായത് ഈ ഒരു സ്റ്റെപ്പ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആദ്യം നമ്മുടെ എഫ് ഓഫ് എക്സിനെ എഫ് ഡാഷ് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. എഫ് ഡാഷ് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പോളിനോമിയൽ കിട്ടി. ഇപ്പം ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഡിഗ്രി കുറഞ്ഞു അല്ലേ. ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി കുറഞ്ഞു. ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി വീണ്ടും കൂടുതലാണ്
അല്ലേ? അതായത് ഇവിടെ എക്സ് ക്യൂബാണ്, ഇവിടെ തേർഡ് ഡിഗ്രി പോളിനോമിയൽ, ഇവിടെ ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് എന്തിനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഈ ഒരു പോളിനോമിയൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എഫ് ഡാഷ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യണം. സോ ആ ഡിവിഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെക്ഷനിലാണ് എഴുതേണ്ടത്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം ഫിഫ്ത്ത് ഡിഗ്രി പോളിനോമിയലിനെ ഫോർത്ത് ഡിഗ്രി പോളിനോമിയലിലോട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇവിടെ നമുക്കൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. ഇപ്പോൾ ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി കുറവും ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി കൂടുതലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിഗ്രി കുറവുള്ള പോളിനോമിയൽ കൊണ്ട് ഇവിടുത്തെ ഡിഗ്രി ഹയസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ള ഈ ഒരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യാണ്. സോ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എവിടെ എഴുതാനുള്ളത്? ഈ ഒരു പോർഷനിലാണ് എഴുതാനുള്ളത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഈ ഒരു പോളിനോമിയൽ കൊണ്ട് നമ്മൾ ഈ ഒരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യണമെന്നല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് കിട്ടണം? കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കണം അല്ലേ? അതായത് കോഎഫിഷ്യൻ്റ് അല്ല, ഈ ഒരു ഫസ്റ്റ് ടേം 5x⁴ ഇതിൻ്റെ ടേമും കൂടി, അതായത് അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു 5x³ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 5x⁴ കിട്ടുക നോക്കുക അല്ലേ? ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു x³ ഉണ്ട്. ഇനി ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 5x⁴ കിട്ടുക? അപ്പോൾ 5x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആ 5x എന്ത് ചെയ്യാണ്? ഏത് പോർഷനിൽ എഴുതാണ്? നമ്മുടെ ഈ ഒരു സൈഡിൽ. ഓക്കെ, നമ്മൾ ഈ ഒരു സൈഡിൽ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 5x കൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ്റെ ഓരോ ടേമിനെ എഴുതാം. ഇങ്ങനെ 5x ഇതിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ഓരോന്നും. അപ്പം നമുക്ക് എന്ത് വരും? ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 5x⁴ വരും. പിന്നെ -6x² × 5x ചെയ്യുമ്പോൾ -6 × 5 30. സോ -30x³ എന്ന് വരും. ദെൻ ബാക്കിയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ 30x² -15x അല്ല -25x എന്ന് കിട്ടി അല്ലേ? അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? സാധാരണ ചെയ്യണ മാതിരി തന്നെ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഓക്കെ, നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 5x⁴ 5x⁴ കൂടി ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടെ x³ ടേം 0 ആണ്, ഇവിടെ ഇല്ല, ടേം ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. 0 - 30x³ എന്ന് എഴുതണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇത് +30x³ ആയിട്ട് മാറുക. ഓക്കെ, അതിവിടെ ശ്രദ്ധിക്കണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ x⁴ കഴിഞ്ഞിട്ട് പിന്നെ x² ടേമേ ഉള്ളൂ. അപ്പോൾ 0x⁴ +0 × x³ എന്ന് പറയുന്ന ഫോമിലാണ്. ഇപ്പോൾ 0 × x³ -30x³ എന്ന് വരും. അപ്പോൾ അങ്ങനെ വേണം അവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അങ്ങനെയാണ്. അപ്പോൾ നമുക്കത് വരും. പിന്നെ നമ്മുടെ -30 സോറി -30 അല്ല, -3x² -30x². സോ അതെന്ത് വരും? -33x². ബാക്കി നമ്മളങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേംസ് കിട്ടും. എന്ത് കിട്ടും? 30x³ -33x² +33x -3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി, ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി സെയിം ആണ് അല്ലേ? അപ്പോൾ ഇനി ഒന്നുകൂടി ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റും ഇവിടുത്തെ കോഎഫിഷ്യൻറ്റും സെയിം ആവണം അല്ലേ? അപ്പോൾ ഇനി ഈ ഇക്വേഷൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 30x³ കിട്ടുക? 30 ഉണ്ട്. അപ്പോൾ സോ ആ 30 എന്ന് പറയുന്നത് നമ്മളിവിടെ ഇട്ടു. അങ്ങനെ 30 ഇട്ട് കഴിഞ്ഞാൽ 30 ഇട്ടു. ഇനി ആ 30 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ ഈ ഒരു 30 കൊണ്ട് നമ്മുടെ ഈ ഒരു ഇക്വേഷന് ത്രൂ ഔട്ടായിട്ട് ഓരോ ടേമിനും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതി വരുന്നു. പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഈ ടേമൊക്കെ പോയി ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് 147x² -147x +147 എന്ന് കിട്ടും. അപ്പോൾ അതിലൊരു കോമൺ ഫാക്ടർ ഉണ്ട്. കോമൺ ഫാക്ടർ വരുമ്പോൾ നമ്മളൊരു അതായത് നമുക്ക് കമ്പ്യൂട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ ത്രൂ ഔട്ടായിട്ട് ആ കോമൺ ഫാക്ടർ കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. സോ നമ്മൾ അതിനെ ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് 147 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x² - x +1 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ വീണ്ടും എന്തായി? ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി കുറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി കൂടുതലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇനി ഈ പോളിനോമിയൽ കൊണ്ട് ഈ ഒരു പോളിനോമിയലിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? x³ കിട്ടണം. കോഎഫിഷ്യൻ്റ് x³ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് x³ ആവും അല്ലേ? അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുക? ആ എക്സിനെ ഈ ഒരു സൈഡിൽ എഴുതി ദെൻ വീണ്ടും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ടേംസിനെയും x കൊണ്ട് ഇതിലുള്ള ഓരോ ടേംസിനെയും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എഴുതാം. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടി?
എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടി. വീണ്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 5x സ്ക്വയർ പ്ലസ് 5x മൈനസ് 5 എന്ന് കിട്ടി. രണ്ടും ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രിയാണ്. ഇനി ഇതിനെ ഈ ഇക്വേഷനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് മൈനസ് 5x സ്ക്വയർ കിട്ടുക എന്ന് നോക്കുക. അപ്പോൾ -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്. അപ്പോൾ ഇതിനെ -5 ഈ ഒരു ഇക്വേഷനെ -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് ഇവിടെ എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ നടത്തിയത്. അങ്ങനെ ഡിവിഷൻ നടത്തിയപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് നമുക്ക് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ഏതെങ്കിലും ഒരു പോർഷനിലാണ് കിട്ടുക. ഒരു പുറത്ത് റിമൈൻഡർ എന്തായാലും 0 ആവും. ഒരു സൈഡിൽ 0 വരണം, പിന്നെ ഒരു സൈഡിൽ വരും. ഇപ്പോൾ ഇവിടുത്തെ GCD ഓഫ് f ഓഫ് എക്സ് ആൻഡ് f ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 എന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ തേർഡ് ഡിഗ്രീൻ്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 2 മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ മെത്തേഡ് വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. എങ്ങനെയാണ് ചെയ്തത് മാത്രം ഔട്ട്ലൈൻ, അല്ലാത്തവർ ശ്രദ്ധിക്കേണ്ട. മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി നോക്കാം. നമുക്ക് ഇവിടെ ഒരു 5th ഡിഗ്രി പോളിനോമിയൽ ഉണ്ട്. അതാണ് f ഓഫ് എക്സ്. ഈ f ഓഫ് എക്സിനെ നമ്മൾ f ഡാഷ് ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3rd ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ ഈ സൈഡിലുള്ള പോളിനോമിയലിൻ്റെ ഡിഗ്രി കുറഞ്ഞു, ഇവിടെയുള്ള പോളിനോമിയലിൻ്റെ ഡിഗ്രി കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുറഞ്ഞ ഡിഗ്രി ഉള്ള പോളിനോമിയൽ കൊണ്ട് പിന്നെ ഇവിടെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു 2nd ഡിഗ്രി പോളിനോമിയൽ കിട്ടി. ഇപ്പോൾ ഇവിടുത്തെ ഡിഗ്രി കുറഞ്ഞു. ഇവിടുത്തെ ഡിഗ്രി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ഇവിടെയുള്ള ഈ ഹയർ ഡിഗ്രി പിന്നെ ഈ പോളിനോമിയൽ കൊണ്ട് പിന്നെ ഇതിനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നിട്ട് നമുക്ക് എന്ത് പറയാം? റിമൈൻഡർ 0 വരെ. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? പിന്നെ ആകെ അതായത് നമ്മളിപ്പോൾ നോക്കിക്കേ, ഈ ഒരു പോളിനോമിയൽ കൊണ്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവിടെ ഈ ഒരു ഇത് കിട്ടി. പിന്നെ ഇതും കൊണ്ട് ഞാൻ വീണ്ടും ഈ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പോളിനോമിയൽ കിട്ടി. അപ്പോൾ ഈക്വൽ ആണ് കേട്ടോ, ഈക്വൽ ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈക്വൽ ആകുമ്പോഴും നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി ഇവിടെ തന്നെ ചെയ്യണം. അത് ചെയ്തിട്ട് നമ്മളത് ചെറുതായിട്ട് അതിനേക്കാൾ ഒരു പവർ കുറയണ വരെ നമ്മൾ ചെയ്യണം. അതേമാതിരി അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഒരു മിനിറ്റ് ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്തു വരിക. ഇവിടുത്തെ ഡിഗ്രി പോളിനോമിയലിൻ്റെ കുറഞ്ഞു, ഇവിടുത്തെ ഡിഗ്രി കൂടി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പോളിനോമിയൽ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുക. അതിന് ഇവിടെ ചെയ്തു വരിക. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമ്മളുടെ ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി കൂടുതലും ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഡിഗ്രി കുറവും വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പോളിനോമിയൽ കൊണ്ട് ഇവിടുത്തെ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ പോവുക. എന്നിട്ട് നമുക്ക് അപ്പോൾ റിമൈൻഡർ 0, ഏതെങ്കിലും ഒരു സൈഡിൽ റിമൈൻഡർ 0 വരും. പിന്നെ ഒരു പോളിനോമിയലും വരും. ഇപ്പം നമുക്ക് വേറെ പിന്നെ വേറൊരു പോളിനോമിയൽ ഒരു സൈഡിൽ വരും. അപ്പോൾ ആ പോളിനോമിയൽ എന്തായിട്ട് വരും? നമ്മുടെ GCD ഓഫ് f ഓഫ് എക്സ് ആൻഡ് f ഡാഷ് ഓഫ് എക്സ് എന്ന് പറയും. അപ്പോൾ GCD ഓഫ് f ഓഫ് എക്സ് ആൻഡ് f ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ആണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരിവിടെ വേർഡ്സിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഒന്ന് മനസ്സിലാവാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് വായിച്ച് നോക്കാം. അത്രയേ ഉള്ളൂ, അവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. പിന്നെ നമ്മളിപ്പോൾ വീണ്ടും ഇപ്പം നമുക്ക് കിട്ടിയില്ലേ, അതായത് GCD ആണെന്ന് കിട്ടി. അപ്പോൾ f ഓഫ് എക്സിനും f ഡാഷ് ഓഫ് എക്സിനും ഏതാണ് ഈ ഒരു ടേം കോമൺ ആണ്. ഏത്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് f ഓഫ് എക്സിനും ഉണ്ട്, അതുമാതിരി തന്നെ f ഡാഷ് ഓഫ് എക്സിനും ഉണ്ട്. അപ്പോൾ നമുക്കത് എന്ത് പറയാം? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് എ ഫാക്ടർ ഓഫ് f ഓഫ് എക്സ്. ഒരൊറ്റൊന്നല്ല കേട്ടോ, അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. നമുക്ക് എന്താണോ അവിടെ GCD കിട്ടി അതിൻ്റെ സ്ക്വയർ ആയിരിക്കും f ഓഫ് എക്സിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ഇന്ന് കിട്ടിയില്ലേ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് f ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാം? ഈ ഒരു ഫാക്ടർ കൊണ്ട് f ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വേറൊരു കോഷ്യൻ്റ് കൂടി കിട്ടും. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക? അതായത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നെടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും 2 ടേംസിന് പെയർ ചെയ്തിട്ട് ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സിനെ എയും പ്ലസ് 1നെ ബിയും എടുത്തിട്ട് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. അതുമാതിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഏതെങ്കിലും ഒരു ഫോമിൽ നമ്മൾ എന്ത് ചെയ്യാണ്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒന്നും കൂടിയും ചിലപ്പോൾ എക്സ്പാൻഷൻ വരും. കാരണം വീണ്ടും അതായത് ഇപ്പോൾ ഇതന്നെ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് എടുത്ത് വിചാരിച്ചോ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറയുന്നതാണ് a ആയിട്ട് എടുത്തതും പിന്നെ b ആയിട്ട് എടുത്തത് 1 ആണെങ്കിൽ നമുക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ വരിക? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമുല അല്ലേ. അപ്പോൾ ഇവിടെ a സ്ക്വയർ എന്ന് പറയുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഒരു സ്ക്വയർ ഉണ്ടാവും, ഈ ഒരു ടേമിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ വീണ്ടും ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം? ഒരു a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് വീണ്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങൾ മൊത്തത്തിൽ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 4th ഡിഗ്രി പോളിനോമിയൽ കിട്ടും. അതൊന്നും വരും ഇവിടെ ഇതില്ല, അപ്പം ചെയ്ത് നോക്കുക. അപ്പോൾ 4th ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ആ 4th ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് നമ്മൾ തന്നിരിക്കുന്ന പോളിനോമിയലിനെ ഡിവൈഡ്
ഡിവൈഡ് ചെയ്യുക. ലോങ് ഡിവിഷൻ മെത്തേഡ് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ തന്നിരിക്കുന്ന പോളിനോമിയൽ എഴുതുക. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 4th ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാവും. ആ പോളിനോമിയൽ ഇവിടെ എഴുതുക. അപ്പോൾ നമുക്കൊരു കോഷ്യൻ്റ് ഇവിടെ കിട്ടും. ആ കിട്ടുന്ന കോഷ്യൻ്റ് എന്ന് പറയുന്നത് x+2 ആണ്. അപ്പം ഞാൻ ഫസ്റ്റത്തെ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലോങ് ഡിവിഷൻ നടക്കുന്നതെന്ന്. അപ്പോൾ അത് വൃത്തിക്ക് അവിടെ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് x+2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് f(x) എന്ത് പറയാം, ഇവിടുത്തെ ടേം ഇൻറ്റു x+2 എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യണത്, f(x) x² മൈനസ് x+1 ഹോൾ സ്ക്വയർ ഇൻറ്റു x+2 എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ, അതായത് GCD നമ്മൾ ഇത്രയും കണ്ടുവച്ചതിന് ശേഷം അതിൻ്റെ ആ GCDൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് f(x)ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ആ GCDൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 4th ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ആ 4th ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് തന്നിരിക്കുന്ന പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ x+2 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ്റ് ആയിട്ട് കിട്ടും. അത്രയും സ്റ്റെപ്പ് ഇവിടെ മിസ്സിംഗ് ആണ്. അത് നിങ്ങൾ എഴുതി തന്നെ വേണമെങ്കിൽ മാത്രമാണ് എക്സാമിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് തന്നെ കിട്ടുള്ളൂ. ബൈ ഹാർട്ട് ചെയ്തിട്ടൊന്നും ഇങ്ങനെ വെക്കരുത്. അത് അത്രയും സ്റ്റെപ്സ് ആണ്. അത് ഓരോരുത്തരും ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് 2 ഇപ്പോൾ കിട്ടി. ഇനി നമ്മളോട് ഇതിൻ്റെ റൂട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ നമ്മൾ f(x) പ്രൊഡക്റ്റ് ഓഫ് 2 പോളിനോമിയൽസ് എന്ന് എഴുതി അല്ലേ. അപ്പോൾ നമുക്ക് ഇതേ =0, അതായത് f(x)ൻ്റെ റൂട്ട് 5th ഡിഗ്രി പോളിനോമിയൽ ആയിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 2nd ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്ക്വയർ ഇൻറ്റു ഒരു 1st ഡിഗ്രി പോളിനോമിയൽ ആക്കി. ഇനി നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ പോളിനോമിയൽ =0 എന്ന് കൊടുക്കുക. അപ്പോൾ എയ്തർ ദിസ് ടേം =0 ഓർ x+2 =0 എന്ന് പറയുന്നത്. സോ x+2 =0 എന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, x -2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു റൂട്ട് കിട്ടിയില്ലേ. ഇനി ബാക്കി 4 റൂട്ട് കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 4 റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഉള്ള ടേം എന്താണ്, x² മൈനസ് x+1 ഹോൾ സ്ക്വയർ ആണ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, x² മൈനസ് x+1 എന്ന് പറയുന്ന പോളിനോമിയൽ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് 2nd ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് -b + or - √b² - 4ac വെച്ച് കണ്ടുപിടിക്കുക. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 1 + i√3/2 എന്നും അതേമാതിരി തന്നെ 1 - i√3/2 എന്ന് വരും. പക്ഷേ നമ്മളിവിടെ 2 തവണ എഴുതിയിട്ടുണ്ട് അല്ലേ. എന്തിനാ അപ്പോൾ ഇവിടെ 2 തവണ എഴുതിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതാണ് f(x)ൻ്റെ ഒരു ഫാക്ടറാണ് x² മൈനസ് x+1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു അല്ലേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനെ എഴുതുക, ഒരു മിനിറ്റ്. ഓക്കെ, ഇങ്ങനെ x² മൈനസ് x+1 ഇൻറ്റു അതായത് x² മൈനസ് x+1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതിൻ്റെ റൂട്ട് അതായത് 2ൻ്റെ റൂട്ട്സ് ഒരേമാതിരിയാണ്. ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഒരു റൂട്ടും പറയാം. അതേമാതിരി തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു റൂട്ടും അങ്ങനെയാണ് നമുക്ക് 4 റൂട്ട് വന്ന് അതിൽ കൺഫ്യൂഷൻ വരരുത്. പിന്നെ നമ്മൾ ഈ x+2 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x -2 കിട്ടി. അങ്ങനെ നമുക്ക് 5 റൂട്ടും കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരുന്നു, ഒരു 5th ഡിഗ്രി പോളിനോമിയൽ തന്നു. ആ 5th ഡിഗ്രി പോളിനോമിയലിന് നമുക്ക് 5 റൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണ് ചെയ്തത്. നമ്മൾ ആദ്യം 5th ഡിഗ്രി പോളിനോമിയൽ ആയിരുന്നു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് 5 റൂട്ട് ഉണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ റൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ f(x)ഉം f'(x)ഉം ചെയ്ത് ഈ ഒരു പ്രൊസീജിയർ പ്രകാരം നമ്മൾ GCD കണ്ടുപിടിക്കുക. അങ്ങനെ GCD ഓഫ് f ആൻഡ് f(x) x² മൈനസ് x+1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് എ ഫാക്ടർ ഓഫ് f(x) ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുക, അതായത് ഈ സംഭവം ഈ ഒരു പോളിനോമിയൽ എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്കൊരു 4th ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ആ 4th ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗിവൺ ആയിട്ടുള്ള 5th ഡിഗ്രി പോളിനോമിയൽ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കോഷ്യൻ്റ് x+2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ 0, അപ്പോൾ നമുക്ക് f(x)നെ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, f(x) = 0 എന്നാണ് പറയുക. അങ്ങനെ f(x) = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാണ്ടോ x² മൈനസ് x+1 ഹോൾ സ്ക്വയർ ഇൻറ്റു x+2 = 0 എന്നാണ്. സോ ഇതർ ഈ ഒരു ടേം = 0 അല്ലെങ്കിൽ ഇത് = 0. ശ്രദ്ധിക്കണം, ഇതിൻ്റെ അതായത് b² - 4ac വെച്ചിട്ട് റൂട്ട് കണ്ടുപിടിക്കുക. അത് 2 തവണ എഴുതി വയ്ക്കണം. അതിൻ്റെ റൂട്ട് 2 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതി വയ്ക്കണം. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ റൂട്ട് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയാണ് ഈ ഒരു പോളിനോമിയൽ ഉണ്ടായിരുന്നത്. 5th ഡിഗ്രി പോളിനോമിയൽ ശ്രദ്ധിക്കണം, നമ്മളൊരു സൈഡിൽ പവർ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പവർ കുറഞ്ഞതുകൊണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലാണ് പവർ കൂടിയെങ്കിൽ അവിടേക്കാണ് ഡിവിഷൻ നടത്തേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. എത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്.